മലരിക്കലിലെ ആമ്പൽ വസന്തം എല്ലാവരുടെയും മനം നിറയ്ക്കുന്ന കാഴ്ചയാണ്. എന്നാൽ മലരിക്കലിന് തൊട്ടടുത്തുള്ള പ്രദേശത്തെ കുറെ ആളുകൾ അനുഭവിക്കുന്ന ദുരിതം ആരും കാണുന്നില്ല. വേമ്പനാട്ട് കായലിനോട് ചേർന്ന് കിടക്കുന്ന ഇറമ്പം എന്ന പ്രദേശത്തെ ആളുകൾ വഴിയില്ലാത്തതിനാൽ അനുഭവിക്കുന്ന ദുരിതം ചെറുതല്ല. ആ ദുരിത ജീവിതത്തിന്റെ നേർക്കാഴ്ചയിലേക്കാണ് ഇനിയുള്ള യാത്ര. കോട്ടയത്ത് നിന്ന് ഏതാനും കിലോമീറ്റർ സഞ്ചരിച്ചാൽ പള്ളം കരിമ്പങ്കാലക്കടവിലെത്താം. ഇവിടെ നിന്നുമാണ് ഇവിടെയുള്ള ആളുകൾ വള്ളത്തിൽ സഞ്ചരിക്കുന്നത്. ദുഷ്കരമായ ആ യാത്ര പലപ്പോഴും ഇവരെ ബുദ്ധിമുട്ടിക്കാറുമുണ്ട്. എന്തായാലും അതേ യാത്ര നമുക്കും ഒന്ന് പോയി നോക്കാം. തിരുവാർപ്പ് പഞ്ചായത്തിന്റെ 13ാം വാർഡാണ്. 75ഓളം കുടുംബങ്ങൾ ഈ കാണുന്ന മേഖലയിൽ താമസിക്കുന്നുണ്ട്. അവർക്കെല്ലാം ഇതുപോലെ ദുരിതയാത്ര ചെയ്യേണ്ട അവസ്ഥയാണ്. ഒരു അസുഖമുണ്ടായാൽ എങ്ങനെ ആശുപത്രിയിൽ പോകുമെന്ന് പോലും അവർ ചോദിക്കുന്നു. ഇതാണ് അതുൽ കൃഷ്ണ, ഇറമ്പത്തെ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികളിലൊരാൾ. അതിലെ മിക്കപ്പോഴും ക്ലാസ് മുടങ്ങാറുണ്ടോ? എന്താ പ്രശ്നം? വെള്ളമാണോ? വെള്ളം വഴിയില്ല, കുണ്ടും കുഴിയാ. ചിലവർക്കൊക്കെ ഉള്ളു സൈക്കിള്. അപ്പം റോട്ടിൽ കൂടി പോകാൻ പറ്റത്തില്ല. പിന്നെ വെള്ളത്തിലും പോകാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ? എനിക്ക് സൈക്കിളുണ്ട്, പക്ഷെ പോവാൻ ബുദ്ധിമുട്ടാ. കുണ്ടും കുഴിയാ മൊത്തം. കൊടൂരാറ്റിലൂടെ സഞ്ചരിച്ച് വേമ്പനാട്ട് കായലിലെത്തി അവിടെ നിന്നും വേണം ഇറമ്പത്തേക്ക് വരാൻ. ഏകദേശം 1/4 മണിക്കൂർ വള്ളത്തിൽ സഞ്ചരിക്കണം. നടന്നു വരാനാണെങ്കിൽ ഒറ്റയടി വഴിയാണ് ഉള്ളത്. പല സ്ഥലങ്ങളിലും പാലങ്ങൾ പോലുമില്ല. എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് ഇപ്പം 9ാമത്തെ മാസമായി. അദ്ദേഹത്തിന് രോഗമായിട്ട് ഞങ്ങൾ തൊട്ടിൽ കെട്ടിയ ആശുപത്രി കൊണ്ടുപോയി. അത്രയ്ക്ക് ദുരിതമാണ്, ഞങ്ങൾക്ക് നടന്നു പോകാൻ മേല. ഞങ്ങളുടെ ഇവിടെ എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ വന്നാൽ അക്കരെ എത്തിപ്പെടുന്നില്ല. പകുതി വഴിയാകുമ്പോഴത്തേക്ക് പോകാനുള്ളവർ പോകുക. ഇലക്ഷൻ നടക്കുമ്പോഴത്തേക്ക് വഴി വരും എന്നും പറഞ്ഞുകൊണ്ട് വോട്ട് ചെയ്ത് എല്ലാവർക്കും അങ്ങ് വിടും. അങ്ങനെ ആ 40 വർഷവും നമ്മൾ ഈ വോട്ട് ചെയ്ത് പ്രതീക്ഷിച്ചിരിക്കുക. ഇപ്പം നമുക്ക് വഴി വരും. സ്ത്രീകളും കുട്ടികളും അടക്കം എല്ലാ പ്രായത്തിലുമുള്ള ആളുകൾ ഈ മേഖലയിൽ താമസിക്കുന്നുണ്ട്. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി മുതൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ വരെയുണ്ട് ഇവിടെ. ഇവർക്കാർക്കും സ്കൂളിൽ പോലും പോകാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഇവിടെയുള്ളത്. ഒറ്റ വഴി എന്ന് പറഞ്ഞാൽ നടന്നു പോകാനുള്ള വഴിയില്ല. ആ കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ മുഴുവൻ ഈ വെള്ളം ഒഴുകിയിട്ട് ഈ പുല്ലും കയറി കിടക്കുക. അത് നടന്നു പോകാനുള്ള, നമുക്ക് ഒരാൾക്ക് നടന്നു പോകാനുള്ള വഴിയില്ല. കാർഷിക ഗ്രാമമാണ് ഇറമ്പം എന്ന് പറയുന്ന ഈ പ്രദേശം. എന്നാൽ കൊയ്തിട്ട നെല്ല് മറുകരയിൽ എത്തിക്കാൻ പോലും വലിയ ബുദ്ധിമുട്ടാണ് ഇവിടെയുള്ളവർ അനുഭവിക്കുന്നത്. ഇതിലും വലിയ ദുരിതമെന്ന് പറയുന്നത് ചികിത്സയുമായി ബന്ധപ്പെട്ടാണ്. അസുഖമുണ്ടായാൽ മറുകരെ ആളുകളെ എത്തിക്കാൻ ഇവർക്ക് ജീവൻ മരണ പോരാട്ടം നടത്തണം. പലപ്പോഴും പാതി വഴിയിൽ പലരുടെയും ജീവൻ നഷ്ടപ്പെടുന്ന കഥകളും ഇവിടെ നിന്ന് കേൾക്കാനായി. എൻ്റെ ചേട്ടൻ ഈ 6-ന് നടുക്ക് വള്ളത്തെ കിടന്ന് അറ്റാക്ക് വന്ന് മരിക്കുന്നത് ശ്വാസത്തിൽ കൊണ്ടാൽ മാർഗ്ഗമില്ലായിരുന്നു. അതുപോലെ എൻ്റെ നാത്തൂനൊരാൾ, ആ പുള്ളിക്കാരത്ത് ഇതുപോലെ തന്നെ വള്ളത്തെ കിടന്ന് മരിക്കുക ചെയ്തത്. മലരിക്കൽ ടൂറിസം വികസനത്തിന്റെ ഭാഗമായി ഒരു റോഡ് ഇറമ്പം വരെ നിർമ്മിക്കാൻ സർക്കാർ തീരുമാനിച്ചതാണ്. എന്നാൽ ആ റോഡിന്റെ പണി ഇറമ്പം വരെ എത്തിയില്ല. പാതി വഴിയിൽ അതും അവസാനിച്ചതോടെ പിന്നീട് ആ റോഡിനു വേണ്ടിയുള്ള
കാത്തിരിപ്പ് ഇവർ തുടരുകയാണ്. പലതവണ ആവശ്യപ്പെട്ടിട്ടും അത് പൂർത്തിയാക്കി നൽകാൻ ബന്ധപ്പെട്ടവർ ഇതുവരെ തയ്യാറായിട്ടില്ല. തെരഞ്ഞെടുപ്പ് ആകുമ്പം എല്ലാവരും ഇതിലേ വന്ന് കറങ്ങി എല്ലാ വീട്ടിലും ആരുടെ വീട്ടും കൊടുത്ത് എല്ലാവരും അങ്ങ് പോവുക. എല്ലാ വഴിയില്ല, വഴിയെ നടന്നു പോകാൻ പറ്റുകയില്ല. ഈ പാമ്പിൻ്റെ ബഹളം, ഈ കാട് പിടിച്ച് കിടക്കുന്നതുകൊണ്ട് മൂർഖം പാമ്പാണ് അതിനകത്ത് മുഴുവനും. മലയിക്കൽ അമ്പല പ്രദേശം നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾ വന്ന് കണ്ടിട്ടുണ്ട്. എന്തൊരു മനോഹരമായ ഇതാണ്. അതിൻ്റെ ദുരിതാവസ്ഥ കാരണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലോട്ട് നിങ്ങൾ പറഞ്ഞു നടന്നേ വരാൻ പറ്റും. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ചെള്ള ഇതുപോലെയല്ല, ചെളിയാണ്. ഈ കാണുന്ന ആമ്പൽ വസന്തം ഈ നാടിൻ്റെ പ്രശസ്തി വാനോളം ഉയർത്തിയിട്ടുണ്ട്. ടൂറിസം രംഗത്ത് വലിയ വികസനങ്ങൾ ഉണ്ടാകുമ്പോഴും ഈ നാട്ടുകാർക്ക് അതിൻ്റെ ഭാഗമാകാൻ സാധിക്കുന്നില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ ഇവരുടെ നേരെയും കരുണയുടെ കണ്ണുകൾ തിരിയണമെന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.